ഓക്കെ, ഹിയർ വി ഗോ. മമ്മൂക്കയുടെ പഴയ പഠിപ്പിച്ച ടീച്ചറെ സാറാമ്മ സാറെ കാണാൻ വന്നിരിക്കുകയാണ്. ടീച്ചറിനെയാണ് കാണാൻ വന്നിരിക്കുന്നത്. ഇതായിരുന്നു നമ്മൾ പറഞ്ഞ സർപ്രൈസ്. റേഡിയോയിൽ പറഞ്ഞില്ലേ അവരെല്ലാം മമ്മൂക്ക അന്ന് മമ്മൂക്ക പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ദുബായിൽ വരുമ്പോ അടുത്ത പ്രാവശ്യം എന്തായാലും സാറമ്മ ടീച്ചറിനെ കാണാൻ വരുമെന്ന്. സാറാമ്മ സാർ അല്ല അങ്ങനെയല്ലേ പാലിച്ചു. അതാണ് മമ്മൂക്ക. ഇതാണ് മാറിപ്പോയ സാറമ്മ സാറിന് പകരം വന്ന സാർ. സാറമ്മ ടീച്ചർ പോയതിനു ശേഷം ഞാൻ അടുത്ത സാർ വന്നപ്പോ മാറിപ്പോയ സാറമ്മ സാറിന് പകരം വന്ന സാറാണോ സാറേ എന്ന് ചോദിച്ചു. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ മമ്മൂക്ക? അന്ന് വ്യത്യാസമൊക്കെ ഉണ്ട്. കൂടുതൽ ഭംഗിയായില്ലേ? കാലം കുറെ ആയില്ലേ? പിന്നെ പ്രായവുമായി പ്രായം അന്ന് ടീച്ചർ എങ്ങനെയായിരുന്നു? ടീച്ചർ എനിക്ക് പ്രായമല്ലെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് എത്രയാന്ന് വിചാരിക്കുന്നു. സെപ്റ്റംബർ ആകുമ്പോഴേ ഓർക്കും അയ്യോ നോക്കിട്ട് എനിക്കും കൂടുതലല്ലോ. അന്ന് മമ്മൂക്ക എങ്ങനെയായിരുന്നു? മമ്മൂക്ക അതങ്ങനെ ഓർത്തിരിക്കാൻ മാത്രമുള്ള വെറുതെ ഒന്നും ഞാൻ ക്ലാസ്സിൽ കാണിച്ചിട്ടില്ല. പിന്നെ ഈ സാറ് എന്റെ വാപ്പയുടെ അനിയൻ അവിടുത്തെ ടീച്ചറാണ്, കൊച്ചുമ്പൂ സാർ. അയ്യോ ഇംഗ്ലീഷ് മീഡിയം എടുക്കുന്നതല്ലേ? അല്ലല്ല, പുള്ളി ഇംഗ്ലീഷ് എടുക്കുന്നത്. ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം അവിടായിരുന്നു. നമ്മുടെ അവിടെ ഇംഗ്ലീഷ് മീഡിയം ഇല്ല. കൊടുത്തില്ല ഒരു ക്ലാസ് ഇംഗ്ലീഷ്, ഒരു ക്ലാസ് അത് പുള്ളിക്കാരനെ എടുത്തത്. അത് ദുബായൊക്കെ ടെലിവിഷനൊക്കെ ഇടുന്നു. ഞാൻ പുള്ളി ആ വർഷം വന്നിട്ടേ ഉള്ളൂ. അതെനിക്ക് നല്ല ഗോളായിരുന്നു. കാരണം ഈ സാറന്മാരുടെയൊക്കെ നല്ല എക്സ്ട്രാ കെയർ എന്ന് വെച്ചാൽ ചോറിലോട്ടുള്ള കെയറാണ്. നല്ല സ്റ്റുഡന്റ് ആയിരുന്നില്ലേ നമുക്ക്? ഇതിനകത്ത് ഒരു കൊച്ചിനെ കണ്ടപ്പോ എന്തുവാ മമ്മൂട്ടിയുടെ എന്താ പ്രാഞ്ചിയേട്ടനകത്ത് ഒരു അതൊരു കൊച്ചനുണ്ടല്ലോ അവസാനം ചേഞ്ച് ചെയ്താണെന്ന് അത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ഓർക്ക് 8th സ്റ്റാൻഡേർഡിൽ പഠിച്ച ആ ഒരു സൈസായിരുന്നു അല്ലേ? പ്രാഞ്ചിയേട്ടനിലെ കുട്ടിയെ പോലെ ആയിരുന്നോ മമ്മൂക്ക? ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള, സയൻസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന മമ്മൂട്ടി. പക്ഷെ അന്ന് ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയാ, ഒരു നല്ലോണം തടിച്ചിട്ട് കവിളൊക്കെ ചടിച്ചവരാണ്. നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ കവിള് കുരുങ്ങുമായിരുന്നു. പറഞ്ഞ ആരാന്നോ? ഒരു രാധാകൃഷ്ണൻ ചെമ്പിലുള്ള മമ്മൂട്ടിയോടെ പഠിച്ച. അന്നേരം ഞാൻ ഒരിക്കൽ ബസ്സേ വരുക. അപ്പോൾ എൻ്റെ മൂത്ത മോനും ഉണ്ട്. എന്നെ കണ്ടോന്ന് ചോദിച്ചു, ടീച്ചർ പിന്നെ വൈക്കത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ അന്നേരം ജാമ്നഗറിൽ പഠിപ്പിക്കുക, ഗുജറാത്തിൽ. ഞാൻ പറഞ്ഞു ഞാനിവിടെ പഠിപ്പിച്ചിട്ടില്ല, ഗുജറാത്തില്ല എന്ന് പറഞ്ഞു. ഇവരിതൊക്കെ റെക്കോർഡ് ചെയ്യണം. എന്താ പറഞ്ഞ ഞാൻ പറയുന്നത്. അപ്പോൾ ആ കൊച്ചനെ പിന്നെ എന്നെ നോക്കിയിട്ട് പറഞ്ഞു സാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ പഠിപ്പിച്ചിട്ടില്ല. അന്നേരം പറഞ്ഞു മുഹമ്മദ് കുട്ടിയെ ഓർക്കുമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചാ പാണപ്പറമ്പ് അതല്ലേ കേട്ടാ? പാണപ്പറമ്പിലാണ്. ആണോ? അന്നേരം പറഞ്ഞു ഞാൻ ഓർക്കുന്നു, മുഹമ്മദ് കുട്ടിയെ ഓർക്കുന്നു. ആ മുഹമ്മദ് കുട്ടി ഇപ്പം മമ്മൂട്ടിയായിരുന്നു പറഞ്ഞു. ഞാൻ ഈ കൊച്ചനെ ജോലി അന്വേഷിച്ച് തിരുവനന്തപുരത്ത് പോയതാണ്. ഒരു മിഡിൽ ഏജിലാണ്, 31 കാണും. അങ്ങനെ പറഞ്ഞു ഞങ്ങൾ 5-8 പേരുണ്ട്, സാറിനോട് ഒത്തിരി ഇഷ്ടമായിട്ടുള്ള 5-8 പേരുണ്ട്. മമ്മൂട്ടി കുട്ടി ആ ഗ്രൂപ്പിലുണ്ട്. ഇപ്പം മമ്മൂട്ടിയായിരുന്നു. അന്ന് തൊട്ട് ഈ പുള്ളിയാണ് കാണാനായിട്ടിരിക്കും. അന്ന് തോന്നിയിരുന്നോ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ടാലന്റഡ് ആണ്? പിന്നെ പക്ഷെ മമ്മൂക്ക ഇന്നലെ പറഞ്ഞു ആദ്യം സിനിമയിൽ അഭിനയിച്ച് കണ്ടപ്പോ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ തോന്നിയിരുന്നു. അപ്പൊ സ്കൂൾ ടൈമിൽ ആരോടും പറയുന്ന കാര്യങ്ങളല്ല. വീട്ടിൽ കേട്ട് പറഞ്ഞ സമ്മതിക്കുമോ? നാട്ടുകാർ കേട്ടാ വിശ്വസിക്കുമോ? അപ്പൊ അതൊന്നും പറയാൻ ഒക്കത്തില്ല. നമ്മളിങ്ങനെ മനസ്സിൽ കൊണ്ടുവിടുന്ന ആഗ്രഹമല്ലേ. പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചിരിക്കൂല്ലേ? അന്നത്തെ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ഒരാൾ സിനിമയിൽ അഭിനയിക്കുന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കേസല്ല. ഞങ്ങളിവിടെ ആകെ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളൊരു നമ്മുടെ നാട്ടിൽ ഏതോ ഉദയ സ്റ്റുഡിയോയിൽ ഒരു മേക്കപ്പ് മാൻ്റെ അസിസ്റ്റന്റ് ആയിട്ട് നടക്കുന്ന ഒരാൾ ഇടക്കിടക്ക് മുഖം കാണിക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ തലയ്ക്ക് അത്ര ഒരു ബുദ്ധിഭ്രമം സംഭവിച്ച ഒരാളുണ്ട്. അയാളെ പണ്ടേ ഏതോ സിനിമയിൽ അഭിനയിക്കാൻ പഠിച്ചിട്ട് ആ പുള്ളിയുടെ അച്ഛൻ സമ്മതിക്കാൻ വേണ്ടി പുള്ളിക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അല്ലേ? മമ്മൂക്ക ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇപ്പൊ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ നാടകത്തിനോട് ഭയങ്കര ഇഷ്ടം ഉണ്ടായിരുന്നു എന്നൊക്കെ വായിച്ചു. നാടകത്തിനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അതൊക്കെ ടീച്ചറൊക്കെ പോയി. ഞാൻ കുറച്ച് 10ാം ക്ലാസ്സിലൊക്കെ ടീച്ചർ പോയി.
ഈ 10 അവിടെയാണോ പഠിച്ചത്? ആ സ്കൂൾ 9, 8, 9, 10 അവിടെ. അവിടെയാണോ പഠിച്ചത്? അത് നല്ല അവിടെ വലിയ റിസൾട്ട് ഒന്നും ഇല്ല. ഞാനൊക്കെ എല്ലാം അവിടെ പഠിക്കും. നമുക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, സാറാമ്മ ടീച്ചർ സയൻസ് പഠിപ്പിച്ചപ്പോൾ മമ്മൂക്ക എത്ര നല്ല സയൻസ് സ്റ്റുഡന്റ് ആയിരുന്നു? എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. നല്ല എല്ലാവരും ക്ലാസ്സുകൾ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. എഞ്ചിനുകളുടെ ഇടയിൽ 8ാം ക്ലാസ് കഴിഞ്ഞാൽ ആ A, B ഒക്കെ അപ്പുറത്ത് തന്നെ ഇങ്ങനെ വരും. ഞാൻ ആദ്യം അവിടെ ചെന്നപ്പോഴേ ഈ സ്കൂള് കണ്ടപ്പോൾ എനിക്ക് കയറാൻ പോലും തോന്നിയില്ല. ഇങ്ങനെ ഓലയൊക്കെ കെട്ടി ഞാൻ പഠിച്ച നല്ല സ്കൂളിലൊക്കെ വലിയ അവിടെയൊക്കെ ഉള്ള അങ്ങനെ സ്കൂൾ. അപ്പം ഞാൻ അവിടെ ഒരു കടയുണ്ട്, ഓർക്കുന്നുണ്ടോ? മുറുക്കാൻകട. ടീച്ചേഴ്സ് ഓടിപ്പോയി മുറുക്കാനായിട്ട്. ഓപ്പോസിറ്റ് 2-3 ഉണ്ട്. അതിൽ അവിടെ നിൽക്കുമായിരുന്നു. അന്നേരം ആ മനുഷ്യൻ പറഞ്ഞു, സാറേ സീനിയോറിറ്റി പോകും, വേഗം പോയി സൈൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പക്ഷെ ടീച്ചർ വഴക്കൊന്നും പറഞ്ഞ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ടീച്ചറായിരുന്നു അല്ലേ? വഴക്കൊന്നും പറയാൻ അങ്ങനെയൊന്നും നമ്മൾ അത്ര വലിയ കുഴപ്പക്കാരൊന്നുമില്ല. എന്നെ പോലുള്ള ആൾക്കാരാണ് വിചാരിക്കുന്ന പോലെ അത്ര കുഴപ്പം. പക്ഷെ നല്ല ടാലന്റഡ് പിള്ളേരാ ഈ പാട്ടിനും ഡാൻസിനും എല്ലാത്തിനും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാലും ടെലിഫിലിമിനകത്ത് കണ്ടായിരുന്നു മമ്മൂട്ടി നല്ല കാര്യം ചെയ്ത് അവിടെ ഒരു ഓഡിറ്റോറിയം പണിതു. അതൊന്നും അവിടെ ഇല്ല. ഫോട്ടോയൊക്കെ പക്ഷെ അത് നല്ല ഇതാണ്. മമ്മൂക്കയുടെ ആദ്യം കണ്ട സിനിമ ഓർമ്മയുണ്ട്? പിന്നില്ലേ ഏതാ? ഞാൻ കണ്ടത് ഇവിടെ എന്തോ കാണാൻ അറിയത്ത. ഗുജറാത്തിലാ? ഞാൻ ഗുജറാത്തില്ല അന്നേരം. മമ്മൂട്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരുന്നു? അങ്ങനെയൊക്കെ പറഞ്ഞ എല്ലാം ഇഷ്ടമല്ലേ? എനിക്ക് പ്രാഞ്ചേട്ടന് ഒരുപാട് ഇപ്പൊ കണ്ടോണ്ടാ പഴയതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഇതൊക്കെ കണ്ടു. പിന്നെ തിയേറ്ററിൽ പോയി കൈയടിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ടീച്ചറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ടീച്ചറുണ്ടല്ലോ എന്താണെന്ന് ചോദിച്ചിട്ട് ഈ മോനാണ് നിങ്ങൾ എന്റെ അഡ്മിനെ വിളിച്ച് മനാഫിനെ വിളിച്ചിട്ടാണ് കണക്ട് ആവുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ടീച്ചറുണ്ടെന്ന് ഞാൻ ഇവരുടെ അടുത്ത് ആരോടത്ത് പറഞ്ഞവരെ അപ്പൊ എടുത്ത അതല്ല പിന്നെ ഏതാണ്ട് ഷൂട്ടിന്റെ സമയത്ത് ഇവിടെ വന്നപ്പോ ഇവിടെ വിളിച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെ വരാമെന്ന് പറഞ്ഞു. ഇതിപ്പോ അപ്പൊ അങ്ങനെ വന്നാ മതിയായിരുന്നു. ഇന്നിപ്പോ തോന്നുന്നു നിങ്ങളെ ടീച്ചർ ഇപ്പൊ തോന്നുന്നൊരു സന്തോഷം എന്താ? അതെ അതാണ് എനിക്ക് സന്തോഷം. എൻ്റെ ഒരു പഴയ സ്റ്റുഡൻറ്റിനെ കാണുക എന്ന് പറയുന്നത് അത് നല്ലവണ്ണമുള്ള ഹൈ പോസ്റ്റിലിരിക്കുന്ന ഒരാളെ കാണുന്ന സന്തോഷമല്ല, അതല്ലേ ടീച്ചേഴ്സിനുള്ള സന്തോഷം. പഠിപ്പിച്ച സ്റ്റുഡൻസൊക്കെ നല്ല നിലയിൽ വരുമ്പോൾ നമ്മുടെ സന്തോഷം. സാറമ്മ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സും ഇതുപോലെ നല്ല നിലയിൽ വന്നിട്ടുണ്ട്. ഞാൻ ഗുജറാത്തിൽ ഈ ഗേൾസിനെയാണ് പഠിപ്പിച്ചത്. ഒത്തിരി പേര് ഡോക്ടേഴ്സായി, ഒത്തിരി പേര് ടീച്ചേഴ്സായി, ഒത്തിരി പേര് ബാങ്കിലൊക്കെ ജോലിയായി, പിന്നെ 2 പേര് പൈലറ്റായി. പഠിപ്പിച്ചതിൽ 3 പേരേ ഉള്ളൂ. ഈ ഒരാൾ സൂപ്പർ സ്റ്റാറും 2 പേര് ലേഡി. അതെ സോറി വരുമെന്ന് മമ്മൂക്ക അന്ന് പറഞ്ഞെങ്കിലും വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. എനിക്ക് തോന്നി ഇവിടെ എങ്ങാനും വരുമ്പോൾ വരുമെന്ന്. എന്നാലും ഇതുപോലെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു. ആളെ കൂട്ടിട്ട് ആളുകളൊക്കെ ഞാൻ വിളിച്ചിട്ടാ ഇനി പത്രക്കാരല്ലേ മണത്തറിയും. ഇനി നാളെ ഇവര് വലിയതായിട്ട് എഴുതി അങ്ങോട്ടിടും. എന്തൊക്കെ എഴുതുന്നു? അങ്ങനെ എഴുതണ്ടെന്നാണോ എഴുതണമെന്നാണോ ആഗ്രഹിക്കുന്നത്? ഇത്രയും വലിയ തിരക്കുള്ള ഒരാള്, പബ്ലിസിറ്റി വേണ്ട, ഇത്രയും തിരക്കുള്ള ഒരാള് പഠിപ്പിച്ച ടീച്ചറിനെ കാണാൻ വന്നു. ബുദ്ധിമുട്ട്. സന്തോഷമാണ്. 8th സ്റ്റാൻഡേർഡിൽ പഠിപ്പിച്ച ടീച്ചറിനെ ഓർക്കാന്ന് പറയുന്നത്. ടീച്ചർ അന്നത്തെ സാറന്മാർ ആരെങ്കിലും ഓർമ്മ? അയ്യോ സാറ് സഹദേവൻ സാറ് മരിച്ചുപോയി. പിന്നെ ഒരു വേറൊരാളുണ്ട്, സുശീല, നിങ്ങളുടെയൊക്കെ അടുത്തുള്ള സുശീല സാറ്, മേരിക്കുട്ടി സാറ്, നളിനി ടീച്ചറുണ്ട്. നളിനിയുടെ ഹസ്ബൻഡാണ് അടുത്ത് മരിച്ചുപോയി. എന്നെ 10ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു നല്ല ടീച്ചറും സാധനം സാറും. 10ാം ക്ലാസ്സിൽ എന്റെ ക്ലാസ് ടീച്ചർ അയ്യർ സാറായിരുന്നു. പക്ഷെ 2 ക്ലാസ്സിൽ സാധനം സാർ വരും. സാധനം സാറിന്റെ അയ്യർ സാറിന്റെ ക്ലാസ്സിൽ എന്നെ കേട്ടില്ല. പുറത്ത് അല്ല, സോഷ്യൽ സ്റ്റഡീസ്. എന്തൊക്കെ ഹിസ്റ്ററി ഒന്നുമില്ല. സാധനം സാറിന്റെ ക്ലാസ് അയ്യർ സാറിന്റെ ക്ലാസ്സിൽ എന്നെ ഇരുത്തത്തില്ല. പുറത്ത് സാധനം സാറ് മാത്രമേ എന്റെ ക്ലാസ്സിൽ കയറത്തുള്ളൂ. 6 പീരീഡിൽ പോരാ, ആള് ശരിയല്ല. പുറത്തുനിന്നാ ഞാൻ പഠിക്കുന്നത്. കൃഷ്ണ സാറുണ്ടായിരുന്നു. കൃഷ്ണ സാറിന്റെ മകനാണ് പിന്നീട് 10ാം ക്ലാസ് വരെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഭരതരാജൻ. കൃഷ്ണ സാറ് മലയാളം സാറ്.
പിന്നെ പത്മനാഭൻ സാറുണ്ടായിരുന്നു. ആ ആ പിന്നെ ഒരു സരസ്വതി സ്കൂളിന്റെ താഴെ ഒരു പിന്നെ ഭവാനി ടീച്ചറൊക്കെ ഓർമ്മ. ആ, അവരെ അനിയത്തി ആ ചേർത്തി അനിയത്തിയൊക്കെ ഉണ്ട്. അനിയത്തി വേറെ എങ്ങോട്ട് പോയി അവരവിടെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ശിവാനി ടീച്ചർ. ശിവാനി അവരുടെ ഹസ്ബൻഡ് ടീച്ചർ ഒരു ഗ്രേഷ്യൻ സാറിന്റെ കൂടെ വന്നു. ഗ്രേഷ്യൻ സാർ എന്നെ ഒരുപാട് തല്ലിയിട്ടുണ്ട്. കൊല്ലത്തോന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. ഞാൻ ഈ പിറ്റേ ദിവസം പഠിപ്പിക്കാനുള്ളതൊക്കെ രാവിലെ ഡിക്ഷണറി നോക്കി രാത്രി എന്നിട്ട് അതിന്റെ അർത്ഥമൊക്കെ സൈഡിൽ എഴുതി വെക്കും. സാർ അർത്ഥം പറയുമ്പോൾ ഞാൻ ചാടിക്കറി പറയും, ഓവറാക്കും. ഒന്നുമില്ല, കുഴപ്പമുണ്ടാ, വെറുതെ തല്ലിയൊന്നുമല്ല. അതല്ല പുള്ളി ഇച്ചിരി ഓവർ അയ്യോ അങ്ങനെയല്ല, ടീച്ചർക്ക് മമ്മൂക്കനെ തല്ലേണ്ടി വന്നിട്ടുണ്ടോ? പിന്നെ ഞാൻ തന്നത്തേയില്ല. ഞാൻ ചിലപ്പോ ഉണ്ട്, ഡസ്റ്റർ ഉണ്ട്, ടേബിളല്ലേ ചോക്കുണ്ട്, ഒരു വടിയുണ്ട്. ഞാൻ ആദ്യമായിട്ട് വല്ലതൊക്കെ ഡയഗ്രാം വെച്ചിട്ടൊക്കെ ഇങ്ങനെ പാർട്സ് കാണിക്കാൻ വേണ്ടി വെച്ചേക്കുക വടിയത്. വടി കൊണ്ട് രണ്ട് കാര്യങ്ങളുണ്ട്. ഡെമോൺസ്ട്രേഷനില്ല നമ്മൾ ഇത് അതിനൊക്കെ ടീച്ചർ ഉപയോഗിക്കുന്നത്. ഞാൻ അടിക്കാത്തതിന് മറ്റു സാധനം തന്നെ വഴക്ക് പറയും. അഭിനയത്തിന്റെ ഒരു അസ്കിത ഉണ്ടായിരുന്നോ ചെറുപ്പത്തില്? ഉണ്ടായിരുന്നില്ല. അന്നങ്ങനെ ഉണ്ടായിരുന്നോ? ഒന്നും കാണിച്ചു. പേരക്കാലത്തിന് ശേഷം നമുക്ക് ടീച്ചറെ കാണാൻ വന്നപ്പോ വീണ്ടും ഒരു പഴയ മമ്മൂട്ടി ഈ വലിയ ഇതായിട്ട് ഈ എന്തുവാ ആക്ടർ ആയതും ഒക്കെ അങ്ങനെ അങ്ങ് പോയി ആയിപ്പോയി. അല്ല സ്കൂളിലൊക്കെ പാവമായിട്ടിരിക്കുക, ഒരു ആക്ടിവിറ്റീസിനും ചേർത്തില്ല. പക്ഷെ എനിക്ക് പേടിയാ ഒരുപാട്. എന്റെ കൂടെ പഠിക്കുന്ന ആൾക്കാരൊക്കെ എന്നെ ഇടിയും. അപ്പോ എനിക്കത് കാരണം ഞാൻ പൊതുവെ ഈ പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ലാണ്ട് വേറെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കത്തില്ല. മഹാരാജാസിലൊക്കെ പോയി അല്ല അതിന് മുമ്പേ ഉണ്ട്. ഇത് പുല്ലു എങ്ങനെ ഇരിക്കുന്നു വീട്ടിലുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെ ടി വിയിലൊക്കെ കണ്ടിട്ടില്ല. ടീച്ചർ എപ്പോഴാണ് ടീച്ചർ മനസ്സിലാക്കിയത് ടീച്ചർ പഠിപ്പിച്ച സ്റ്റുഡന്റ് ആണ് ഈ മെഗാസ്റ്റാർ ഞാൻ മമ്മൂട്ടി? പറഞ്ഞില്ല, ആ കൊച്ചനെ ബസ് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അറിഞ്ഞ അന്ന് തൊട്ടൊന്ന് കാണണമെന്നുണ്ട്. അന്ന് കൊച്ചനല്ലേ, പിന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. സ്റ്റുഡന്റിന്റെ മകനും ഇപ്പൊ വലിയ സ്റ്റാറാ. ആ അതറിയാം. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഞങ്ങൾ ചോദിച്ചു പിന്നെ? നമുക്ക് ഒരു ദിവസം. അപ്പൊ ഉത്തരം പറഞ്ഞു ഏതാ? അതിപ്പോ ഏതാന്ന് കണ്ടത് ഏതൊക്കെ ഓർമ്മയുള്ളതല്ലേ അല്ല പറയാം. അതല്ല, ദുൽഖറിന്റെ ദുൽഖറിന്റെ സിനിമ. ആ ABCD അതേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതെ. അതിനകത്ത് ABCD ഓർക്കാൻ എളുപ്പമായി. എന്റെ ഏജ്, പിന്നെ BP, കൊളസ്ട്രോൾ, ഡയബറ്റിസ് എല്ലാം. നമ്മൾ ടീച്ചറെ ശല്യപ്പെടുത്തണേ ഇറങ്ങിയേക്കല്ലേ. കുറച്ച് സമയത്ത് കൊണ്ട് നമുക്ക് പഴയ ഒരു കുട്ടിയായി മാറി. പഴയൊരു ക്ലാസ് ഒരുപാട് ടീച്ചർമാരുണ്ട്, ഒരുപാട് നല്ല നല്ല ടീച്ചർമാരുണ്ട്. ഒരുപാട് പേര് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ, എന്നെ വലിയ സാഹിത്യകാരും വലിയ സാഹിത്യകാരന്മാരും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പഠിച്ചു പോയത്. ഇത് പിന്നെ ഈ ക്യാൻസർ അങ്ങനെയുണ്ടല്ലോ, ഗംഗാധർ കൂടെ പഠിച്ചാണ്. എന്നെ ബാച്ചിൽ പഠിച്ചതാണ്. ആണോ? പുള്ളി കണ്ണ വയസ്സുണ്ട്. ഇതെല്ലാം എഴുതി വെക്കും. അല്ല പുള്ളിക്ക് പക്ഷേ ഡോക്ടറായിട്ട് ആൾക്കാർക്ക് ഒരു വിശ്വാസം പറഞ്ഞെങ്കിൽ ഇത്തിരി വയസ്സിലായിരിക്കും. ഞാനങ്ങനെ വയസ്സിലായിരുന്നു എൻ്റെ അടുത്ത് അറിയാൻ പറ്റും. സാരി റോസ് ബ്ലൗസ് ഇട്ടാണ് എന്റെ കണ്ണിലുള്ളത്. ഒരു റോസ് സാരി റോസ് ബ്ലൗസ് ഇട്ടാ എന്റെ കണ്ണിലുള്ളത്. കണ്ണടിയൊന്നും ഇല്ലെന്ന്. ചുരുണ്ട മുടിയായിരുന്നു. ഇത്രയും തിരക്ക് കഴിഞ്ഞ് ടീച്ചറിനെ ശരിയാ, ദൈ ഇത് ഇപ്പൊ അങ്ങ് നീണ്ട ഇപ്പൊ കുറെ കഴിയുമ്പോ അങ്ങ് ചുരുടിച്ചങ്ങ് പോയത്. നമുക്ക് ഇത്ര നാൾ കഴിഞ്ഞിട്ട് ഈ പഴയ ഓർമ്മകളൊക്കെ വീണ്ടും ഒന്ന് തട്ടി പഴയ ടീച്ചർമാർക്ക് ഓർക്കാൻ ഒരു നിമിത്തമാണ് ടീച്ചർ. ഞാൻ എല്ലാ ടീച്ചർമാരെ ഓർക്കും. ഞാൻ കുറെ കാലം മുമ്പ് ഈ സദൻ സാറിന്റെ കൂട്ടി പോകുമായിരുന്നു. കാണുന്ന ആൾക്കാരുടെ പോകും. ഒരു ഭാരതി സാറുണ്ടായിരുന്നു, ഓർക്കുന്നു. ഞങ്ങൾ രണ്ടും ഒന്നിച്ചവിടെ ആ സ്കൂൾ. ആറിന്റെ അക്കരെ ആ അത് മുത്തിപ്പുഴപ്പുറം സ്കൂളിനപ്പുറത്തുള്ള ഉണ്ടായിരുന്നു. നമുക്ക് കൃഷ്ണ സാറിനെയൊക്കെ ഓർക്കുന്ന അത്ഭുതം കേട്ടോ. കൃഷ്ണ സാർ നമ്മുടെ വീടിനടുത്ത്. പിന്നെ ഒരു ജാനകി ഹിന്ദി പഠിപ്പിക്കുന്ന സാറുണ്ടായിരുന്നു. അല്ല ജാനകി ഒരു എന്റെ ഹിന്ദി പഠിപ്പിച്ചത് ടീച്ചറല്ലേ എനിക്ക്. അത് പറഞ്ഞു നിങ്ങളെയൊക്കെ പഠിപ്പിച്ചതാ. ജാനകി നന്നായിട്ട് പാടും. ഒരു ജാനകി അമ്മാളും. ഓ ഞാനേ മനസ്സിലായി. അവര് ഈ പറഞ്ഞ വൈക്കം ഭാഗത്തുനിന്ന് വരുന്നത്. ആ അവിടുന്ന് വരുന്നത്. ഒരു ബാക്ക് ബെഞ്ചർ ആയിരുന്നോ? എപ്പോഴും ബാക്കിലായിരുന്നു, ഫ്രണ്ട് ബെഞ്ചിലായിരുന്നോ? ഈ ക്ലാസ്സിലൊക്കെ ഫ്രണ്ടിലായിരുന്നു. കുറെ അങ്ങോട്ട് പോയപ്പോ പിന്നെ നീളം പിന്നെ കുറെ കഴിഞ്ഞപ്പോ പുറത്തായി. ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡന്റ്. ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. എപ്പോഴും കാണുന്നുണ്ട്. നമുക്ക് ഈ മൊമെന്റിനെ ഒരു വാചകത്തിൽ സംഭാഷണത്തിൽ പറയുകയാണെങ്കിൽ ഒരു വാചകത്തിൽ ഈ ഒരു മുഹൂർത്തത്തെ എങ്ങനെ വിശേഷിപ്പിക്കുക?
മമ്മൂട്ടി പല സാറന്മാരെ കാണുന്നല്ലേ. അല്ല, എന്നാൽ ഇതൊരു ദൂരദേശത്ത് വന്ന് ഒരു അവസരം അങ്ങനെയല്ല, ഉണ്ടാക്കില്ല. ഇത് ഇപ്പൊ ഒരു എന്താ പറയാ, ഇപ്പൊ സാറന്മാരെ മക്കളെ എല്ലാ വേറെ സാറന്മാരെയൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. ഈ സാറ് ഒരുപാട് കുറച്ചു കാലം ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങ് പോവുകയും ചെയ്തില്ലേ. പിന്നെ ഇത് എവിടെയാണ് എന്താണെന്ന് പലരും അറിയാതെ ഞാൻ വേറെ എന്നെ മിഡിൽ സ്കൂളിൽ അല്ല LP സ്കൂളിൽ പഠിപ്പിച്ച എൻ്റെ ഒരു ടീച്ചറുണ്ട്, ഗ്രേസ് ടീച്ചർ എന്ന് പറയുന്നത്, നല്ല മുഖക്കുരുള്ള ടീച്ചർ. അപ്പൊ പുറകിലൊക്കെ അങ്ങനെ ഇപ്പൊ ഈ പുറകെ കെട്ടിവെക്കൂല്ലേ മറ്റേ തിരികട പ്രശ്നം, അത് കെട്ടിവെച്ച ടീച്ചറാണ്. അത് ആ ടീച്ചർ എവിടെ പോയെന്ന് എനിക്ക് അറിയത്തില്ല. അതിങ്ങനെ പോയി ഞാനിങ്ങനെ കുറെ കാലം ഈ അടുത്ത കാലത്ത് ഈ അനാഥാലയങ്ങൾക്കൊക്കെ ഭക്ഷണത്തിനൊക്കെ ചിലപ്പോൾ എൻ്റെ ബർത്ത്ഡേക്കൊക്കെ ഞാൻ പോകും. തോപ്പടിക്ക് ഒരു അനാഥാലയത്തിൽ ഇങ്ങനെ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുമ്പോൾ, അനാഥാലയത്തിലല്ല, പ്രായം ഒരു കെയർ സെന്ററിലാണ് മറ്റേ, അവിടെ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു സിസ്റ്റർ ഇരിക്കുന്നത്, എന്നെ പഠിപ്പിച്ച സിസ്റ്റർ LP സ്കൂളിൽ. സിസ്റ്റർ അവിടെ ഇരിക്കുന്നത്, ഇടാ മമ്മൂന്ന് കുട്ടിയെന്ന് വിളിച്ചു പറഞ്ഞു. നീ ഇപ്പോൾ വലിയ ആളായി പോയല്ല മോനെ, നന്നായി, ഇതൊക്കെ ചെയ്യണം കേട്ടോ. നിന്റെ ടീച്ചർ മഠത്തില അന്ന്, ആ ഗ്രേസ് ടീച്ചർ മഠത്തില്ല. എന്നിട്ട് കോതമംഗലത്തെങ്ങാണ്ടൊരു മഠത്തിലാണ്. അത് അവിടെ നിന്ന് ഇങ്ങനെ ആരോ വിട്ടെന്നെ വിളിച്ചിട്ടുണ്ട്, ഇതുവരെ പോയിട്ടില്ലെന്ന് പോകണം. ഇപ്പൊ കണ്ടാലും പറയാം, മനസ്സിലാകത്തില്ല. അതായത് ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ ചെമ്പില് ഉണ്ട്, രണ്ടും ഉണ്ട്. ജാക്കബൈറ്റ് ചർച്ചും ഉണ്ട്. പിന്നെ ഞാൻ താമസിച്ച പ്രസ്സിലെ വീട്ടിലാണ്. പ്രസ്സിലെ വീട്ടിൽ അവിടെ ഇപ്പൊ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല. പ്രസ്സില് ചെറിയ മമ്മൂട്ടി ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? ഞാനിപ്പോ എറണാകുളത്താണ്. ടീച്ചറെ മമ്മൂട്ടി എന്ന് വിളിക്കുന്നതാണോ? മുഹമ്മദ് കുട്ടി ഇപ്പൊ മമ്മൂട്ടി അന്നിപ്പോ മുഹമ്മദ് കുട്ടി എന്നുള്ളത് ഒരു ഏരിയയിൽ 6 മാസം. ഓക്കെ. പിന്നെ മമ്മൂട്ടിയായിട്ട് മുഹമ്മദ് കുട്ടി ഞങ്ങളൊക്കെ വിളിച്ചോണ്ടിരിക്കുന്നത് ആ സമയത്ത് പേര്. അതെ, ആ പ്രായം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും, നമ്മളെ കാണുമ്പോൾ വളരെ ഇംപ്രസ്ഡ് ആയിട്ടും നമ്മളെക്കാളും വലിയ ആളായിട്ട് തോന്നുന്ന ആളായിത്തീരുന്നു. അതിൽ ടീച്ചർ മുതൽ ബസ് കണ്ടക്ടർ മുതൽ പോലീസുകാരൻ മുതൽ എല്ലാം ആയിത്തീരാൻ നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും, ഇല്ലേ? സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അമ്മയായിട്ട് ഒന്ന് ആക്ട് ചെയ്താൽ കൊള്ളാം. അത് നമുക്ക് നോക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഒന്നും വേണ്ട, ഇനി ഒരിക്കൽ വരാം. വരും. മമ്മൂക്ക